മഹാദൈവവും രക്ഷിതാവുമായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. പ്രാവശ്യം കൂടെ എന്നെ ഈ മെസ്സേജിൽ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എല്ലാ പ്രവചനങ്ങളുടെയും വെളിപ്പാടുകളുടെയും ഉറവിടമായ ആത്മാവായ കർത്താവായ യേശു മശിഹായ്ക്ക് മഹത്വം കരയേറ്റുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാവശ്യം കൂടെ നമുക്ക് ഈ ദൈവവചനത്തിൽ ചില ചിന്തകളെ ഈ മെസ്സേജിൽ കൂടെ കേൾക്കാം. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവിൻ്റെ ചില അപ്പോസ്തോലന്മാരെയും ശിഷ്യന്മാരെയും കാണുന്ന രംഗം ആണ് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം. അതിൽ പറയുന്നു, സകല പ്രവാചകന്മാരും എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവരെ മന്ദബുദ്ധികളെ എന്ന് വിളിക്കുന്നു. 3 വർഷക്കാലം കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകളെ കണ്ട ശിഷ്യന്മാർക്ക് കർത്താവ് ആര് എന്ന് അറിയുവാൻ സാധിക്കുന്നില്ല. അവൻ തന്നെയാണ് പഴയ നിയമത്തിൽ പ്രവാചകന്മാരിൽ കൂടെ വെളിപ്പെട്ടവൻ എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് അവരോട് പറയുന്നു. അങ്ങനെ പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്തവരാണ് അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം നടന്നത്. അവരിൽ പലരും തങ്ങളുടെ പിതാക്കന്മാരെ അനുസരിച്ച് ആലയത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും അനുസരിച്ച് അവിടുത്തെ റബ്ബിമാർ പറഞ്ഞു തന്ന സകല പ്രമാണങ്ങളും പ്രമാണിച്ച ശിഷ്യന്മാരെയാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല ക്രിസ്തു ആര് എന്ന്. അങ്ങനെ പഴയ പുതിയ നിയമ പ്രവാചകന്മാരും അപ്പോസ്തോലന്മാരും പറഞ്ഞത് കേൾക്കാത്ത പിതാക്കന്മാരുടെ വീഴ്ചയെ പറ്റി ആണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. സഖറിയാവിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യഹോവയായ ദൈവം, അതായത് ദൈവത്തിൻ്റെ വചനം പ്രവാചകനായ സഖറിയാവിൽ കൂടെ സംസാരിക്കുന്നത് എന്ത്? 2-ാമത്തെ വാക്യം, യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു, ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കലേക്ക് തിരിവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയി തീരരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ടുതിരിവീൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? പ്രവാചകന്മാർ സദാകാലവും ജീവിച്ചിരിക്കുമോ? അപ്പോൾ പണ്ടത്തെ പിതാക്കന്മാർ, അതായത് പഴയ നിയമത്തിലെ പിതാക്കന്മാർ, ആര് പ്രസംഗിച്ചത് ആണ് കേൾക്കാതെ ഇരുന്നത്? ആര് പ്രസംഗിച്ചപ്പോൾ ആണ് ചെവി കൊടുക്കാതെ ഇരുന്നത് എന്ന് നമ്മൾ കാണുന്നു. അവിടെ പറയുന്നു, 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു എന്നിങ്ങനെ, പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല. അവർ ചെയ്തത് എന്താണ്? തെറ്റ്. അവർ ദുർമാർഗം വിട്ട്, അതായത് പാപത്തെ വിട്ട്, ദുഷ്പ്രവൃത്തിയെ വിട്ടുതിരിവിൻ, അതായത് മാനസാന്തരപ്പെട്ടിട്ട് പ്രവാചകന്മാർ പറഞ്ഞത്, പ്രവാചകന്മാരിൽ കൂടെ ദൈവം സംസാരിച്ചത്, പ്രവാചകന്മാർ പ്രസംഗിച്ചത് കേട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ പിതാക്കന്മാർ തെറ്റിപ്പോയി എന്ന് നമ്മൾ അവിടെ കാണുന്നു. പഴയ നിയമത്തിൽ നമ്മൾ പലതവണ കാണുന്നു, ഇസ്രായേൽ മക്കൾ ഒരു സമയത്ത് അവർ മാനസാന്തരപ്പെട്ട് വരികയും പിന്നെ അവർ പലതരമായ അവരുടെ വിഗ്രഹങ്ങളിലേക്കും അന്യദേവന്മാരെ സേവിക്കുന്നതിലേക്കും കടന്നു പോകുന്നു എന്ന് നമ്മൾ കാണുന്നു.
എന്നാൽ ഇന്ന് ഭൂരിപക്ഷം ക്രിസ്തീയ സഭകളിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ഈ ഈ പുതിയ കാല, അതായത് ഒരു ലാസ്റ്റ് ഒരു 100-150 വർഷത്തിൽ രൂപം കൊണ്ടുവന്ന സഭകളിൽ പോലും, അതായത് 3, 4, 5 തലമുറകൾ മാത്രം ആ സഭയിൽ നിന്നവർ പോലും നോക്കുന്നില്ല എന്തുകൊണ്ട് പിതാക്കന്മാർ അതിനു മുൻപുള്ള അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ, അത് ചിലപ്പം ഹൈന്ദവ വിശ്വാസങ്ങളിൽ നിന്നാകാം, മറ്റ് മതങ്ങളിൽ നിന്നാകാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ക്രിസ്തീയ ഡിനോമിനേഷനിൽ നിന്നും ആകാം അവർ വന്നത്. എന്തുകൊണ്ട് അവർ വന്നു, എന്താണ് അവർ അവിടുന്ന് പിന്തിരിഞ്ഞു പോകുവാൻ കാരണം? ആ പിന്തിരിഞ്ഞു പോകുന്ന കാരണം അത് ശരിയായ കാരണമായിരുന്നു, എന്തെല്ലാം കാരണം വേറെ ഉണ്ട്? ഇന്ന് നിൽക്കുന്ന സഭ അത് ഏത് അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത് എന്ന് അവർ നോക്കുന്നുണ്ടോ? അതാണ് നമ്മളുടെ ചിന്തയ്ക്കുള്ള വിഷയം. എന്താന്ന് വെച്ചാൽ നമ്മൾ കാണുന്നു, പഴയ നിയമസഭയ്ക്ക് ഒരു ആലയമുണ്ടായിരുന്നു, അവർക്ക് പലതരമായ കൽപ്പനകൾ ഉണ്ടായിരുന്നു, അവർക്ക് യാഗങ്ങൾ ഉണ്ടായിരുന്നു. ഏത് രീതിയിൽ നോക്കിയാലും ഒരു യഹൂദ മതസ്ഥനെ നോക്കിയാൽ അവൻ ദൈവത്തെ അറിയുന്നത് പോലെ, അല്ലെങ്കിൽ ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നത് പോലെ, അവരുടെ ഭവനങ്ങളിൽ ഉള്ള ആ വേദപഠനമായാലും ആ ഒരു എല്ലാ ദിവസവും അവർക്ക് വേണ്ട ചൊല്ലുകൾ ചൊല്ലുകയും ആ ഒരു രീതിയിൽ അവരുടെ ശരീരത്തിൻ്റെ പല കാര്യങ്ങൾ, അതായത് അവരുടെ മുടി, അവരുടെ പലതരമായ വേഷവിധാനങ്ങളെല്ലാം അവരുടെ ദൈവികത്വ ശിക്ഷ, അതായത് അവരുടെ അമ്മയും അപ്പനിൽ നിന്നും അവരുടെ റബ്ബിമാരിൽ കിട്ടുന്ന ശിക്ഷയെ അവർ പാലിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കാണുന്നത്. അത്രയും ഒന്നും ഇന്നത്തെ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് കൊണ്ട് നടക്കേണ്ട കാര്യവുമില്ല, എന്നാൽ ചെയ്യുന്നതുമല്ല. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് നോക്കുമ്പോൾ, പൈതൃകം പറയുമ്പോൾ ഒരു യഹൂദന് നമ്മളെക്കാൾ ഒത്തിരി അധികം പൈതൃകം പറയാനുണ്ട്. അവൻ ആ പൈതൃകത്തെ പറ്റി അഹങ്കരിക്കുവാൻ ലൗകികമായ ഒരു കാരണമുണ്ട്, ദൈവികമായ ഒരു കാരണവുമില്ല. വചനപ്രകാരം അങ്ങനെ ഒരു കാരണം നമുക്കില്ല, ആർക്കുമില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ദൈവമക്കൾ, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തതി എന്ന് വചനത്തിൽ പറയുന്നത്, അത് ആത്മാവ് പ്രകാരമുള്ള സന്തതിയെ പറ്റി തന്നെയാണ് പറയുന്നത്. അതായത് പുതിയ നിയമസഭയ്ക്ക് പറയുമ്പോൾ വീണ്ടും ജനനം പ്രാപിക്കാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. അതായത് വെള്ളത്താലും ആത്മാവാലും ജനിക്കുന്നവർ മാത്രമേ ദൈവരാജ്യത്തിൽ അവർക്ക് പ്രവേശനമുള്ളൂ. അങ്ങനെ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുക, അതായത് മാനസാന്തരം, മരണം, വെള്ളത്തിൽ മുങ്ങുന്നത് അടക്കം, വെള്ളത്തിൽ നിന്നും പുതിയ ഒരു മനുഷ്യനായി വരുന്നത്, അത് വീണ്ടും ജനനം. ഏത് ആത്മാവാലാണ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാലുള്ള വീണ്ടും ജനനത്തിൻ്റെ കാര്യമാണ് പുതിയ നിയമസഭയ്ക്ക് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമ വിശ്വാസികൾ ആയിരിക്കുന്ന യഹൂദ മതസ്ഥർ, ഇന്ന് നമ്മൾ കാണുന്ന യഹൂദ മതസ്ഥർ, അവർ കാണുന്ന ആ ഒരു പൈതൃകത്തെ ഫോളോ ചെയ്യുന്ന ആ വലിയ ഒരു ഡെഡിക്കേഷൻ ഇന്ന് നമ്മുടെ ക്രിസ്തീയ ഗോളങ്ങളിലെങ്ങും നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ കൊടുക്കുവാൻ ഇല്ല. പല പുതിയ നിയമ പെന്തക്കോസ്ത് സഭകൾ നമ്മൾ കാണുന്നു, കേരളത്തിൽ കടന്നു വന്നു കഴിഞ്ഞ 100 വർഷം. അവിടെയും ഇപ്പോൾ ഒരു 100 വർഷം കഴിഞ്ഞപ്പോൾ പലതരമായ എപ്പിസ്കോപ്പൽ വിശ്വാസങ്ങളിലേക്ക് അവരും പിന്നെയും കടന്നു പോകുന്നു. അവർക്ക് ബിഷപ്പന്മാരുണ്ട്, അവർ പലതരത്തിലെ എപ്പിസ്കോപ്പൽ സഭകളിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ഒരു കാലത്ത് ത്യജിച്ച് വന്നിരുന്ന കാര്യങ്ങളെ അവരെല്ലാം വീണ്ടെടുത്ത് നടത്തുന്നുണ്ട്. ആഘോഷങ്ങളും ഒക്കെ നമ്മൾ പല വീഡിയോസിൽ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് പഴയ നിയമത്തിൽ പ്രവാചകന്മാരെയാണ് കേൾക്കാതെ ഇരുന്നത്. അപ്പോൾ നമ്മൾ ഇത് കാണുന്നു, സംഖ്യാപുസ്തകത്തിൽ നമ്മൾ 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, കോരഹ് പ്രവാചകനായ മോശയോട് മല്ലിടുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്.
അങ്ങനെ കോരഹിന് വന്ന ആ ശിക്ഷ എന്താണെന്ന് നമ്മൾ കാണുന്നു. ഭൂമി പിളർന്ന് കോരഹിൻ്റെ കൂട്ടത്തിലുള്ള ഒരു 250 പേര് ഒരുമിച്ച് അവർ ഭൂമിയിലടിയിൽ തീയിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. പുതിയ നിയമസഭയ്ക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനം എന്താണ്? ഒന്ന്, കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നു, പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ. അതായത് പ്രവാചകന്മാർ പറഞ്ഞത് സകലതും കേൾക്കണം. പ്രവാചകന്മാരിൽ കൂടെ എന്താണ് നമ്മൾ കേട്ടത്? മോശയുടെ ന്യായപ്രമാണം വന്നു. ആ ന്യായപ്രമാണത്തെ കർത്താവ് പുതുക്കും എന്ന് യെരമ്യ 31 അതിൽ പറയുന്നു. ആ പഴയ നിയമത്തെ പോലെ അല്ല വരുവാനിരിക്കുന്ന പുതിയ നിയമം എന്ന് പ്രവാചകനിൽ കൂടെ സംസാരിക്കുന്നു. യെഹെസ്കേൽ പ്രവചനത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഞാൻ പല ആട്ടിടയന്മാരെയും ഇസ്രായേലിലേക്ക് വിട്ടു, പക്ഷെ അവർ ആടുകളെ നോക്കിയില്ല, അവർ ആടുകളെ കാര്യങ്ങളെ കണ്ടില്ല, അവർ തെറ്റിപ്പോയ ആടുകളെ തിരിച്ചു കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വന്ന് എൻ്റെ ആടുകളെ തിരഞ്ഞു പിടിക്കും എന്ന് പറയുന്നു. അപ്പോൾ യഹോവ എൻ്റെ ഇടയൻ ആയി തീരും. ആടിനെ മേയ്ക്കുന്ന ഇടയൻ, ആടുകൾക്ക് കാണുവാൻ സാധിക്കുന്ന ഇടയനായി ഈ ലോകത്തിൽ വരുമെന്ന് പ്രവാചകന്മാരിൽ കൂടെ കർത്താവ് പറഞ്ഞു. അങ്ങനെ പുതിയ നിയമം ഉണ്ടാക്കുമെന്നും ആ പുതിയ നിയമം ഒരു എഴുത്തായിട്ട് തരുകയല്ല, അത് ഹൃദയത്തിൽ എഴുതും എന്നാണ് പറയുന്നത്. അതായത് ആത്മാവ് ലഭിച്ചവർ, പുതിയ ജനനം ഏറ്റവർ, പുതിയ ജനനത്താൽ ദൈവപുത്രന്മാർ ആയിത്തീരുന്നവർ, ഏകപുത്രനിൽ കൂടെ, ആ ആത്മാവിൽ കൂടെ, ഏകപുത്രന്റെ ആത്മാവ് ലഭിച്ച് അതിൽ കൂടെ പുത്രന്മാരായി തീരുന്ന ദൈവത്തിൻ്റെ പുത്രന്മാർ വീണ്ടും ജനനം പ്രാപിച്ച് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും അവൻ ദൈവപുത്രന്മാർ ആകുവാൻ അധികാരം കൊടുത്തു. അങ്ങനെ പുതിയ നിയമ വിശ്വാസത്തിൽ നമ്മൾ കാണുന്നു, അവർ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നു. ആരോടാണ് പുതിയ നിയമ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു അറിയിച്ചത്? പുതിയ നിയമ സുവിശേഷം എന്താണ്? ആദ്യം അത് പഠിക്കണം. 1 കൊരിന്ത്യർ 15 അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നു എന്നും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു എന്നും അവൻ 3-ാം നാൾ അടക്കപ്പെട്ട ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും അവനെ 500-ൽ കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ട് കാണുകയും ഈ ശിഷ്യന്മാരെല്ലാം കണ്ടതായി അവനെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷം ആരാണ് ആദ്യമായി അറിയിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഭൂമിയിലേക്ക് മൊത്തം സുവിശേഷം പറയുവാൻ കടന്നു പോകുവീൻ. പക്ഷേ ആത്മാവ് കിട്ടാതെ, ആത്മാവ് ലഭിക്കാതെ, ഉയരത്തിൽ നിന്നുമുള്ള ശക്തി ലഭിക്കാതെ, സത്യത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായ സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്താതെ ഒരിക്കലും എങ്ങും കടന്നു പോകരുത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആദ്യം 3-3.5 വർഷക്കാലം നിങ്ങളുടെ കൂടെ നടന്നപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല ഞാൻ തന്നെയാണ് പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞവൻ, അതായത് യഹോവയായ നിങ്ങളുടെ ദൈവം എന്ന് അവർ മനസ്സിലാക്കിയില്ല. പുത്രൻ എന്താകുന്നു? പുത്രൻ എന്ന് വെച്ചാൽ ജനിക്കപ്പെട്ടവൻ. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് പിതാവും ആയിരിക്കുന്നു, നീ എനിക്ക് പുത്രനായിരിക്കുന്നു എന്ന് പറയുന്ന ആ പുത്രത്വം, അതായത് ആത്മാവായ ദൈവം ഈ ലോകത്തിൽ പല പുത്രന്മാരെയും വീണ്ടെടുക്കുവാൻ വേണ്ടി ഏകപുത്രൻ എന്ന ഒരു മാനുഷികമായ അവസ്ഥ അല്ലെങ്കിൽ ഒരു സൃഷ്ടിയിലുള്ള ഒരു അവസ്ഥയെ ഏറ്റെടുക്കുന്നു. ഏകപുത്രൻ, മോനോജീൻസ്, അവനെ പോലെ ഒരുവൻ മാത്രം.
എബ്രായർക്ക് എഴുതിയ ലേഖനം 2:10-14 വരെയുള്ള വാക്യങ്ങൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട്, അതായത് അവർ മനുഷ്യരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി, അതായത് ജഡരക്തം അല്ലാത്തവൻ ആത്മാവായ ദൈവം അവരെ മരണത്തിൻ്റെ ഭീതിയിൽ നിന്നും, അതായത് നിത്യജീവൻ നൽകി മരണത്തിൻ്റെ ഭീതിയിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി കടന്നു വന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതം കഴിഞ്ഞ് മരണത്തെ ജയിച്ച് മരണത്തിൻ്റെ ഭീതി മാറ്റുവാൻ വേണ്ടി പത്രോസിൽ കൂടെ ആദ്യമായി ആത്മാവിൽ കൂടെ സംസാരിച്ചു. സുവിശേഷത്തിൻ്റെ പൂർണ്ണത പത്രോസിൻ്റെ വായിൽ നൽകി. ആത്മാവാൽ എന്ന് നമ്മൾ കാണുന്നു. തീയായി അവരുടെ മേൽ പതിച്ചു എന്നുള്ള അടയാളം യെരുശലേം മൊത്തം കാണുവാനിടയായിത്തീർന്നു. അങ്ങനെ അവർ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ കൂടെ പുത്രന്മാർ ആയിത്തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ദൈവം പണ്ട് ഭാഗമായി പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചു, ഇന്ന് പുത്രനിൽ കൂടെ സംസാരിക്കുന്നു. സുവിശേഷം എന്താകുന്നു? പ്രമാണം എന്താകുന്നു? പഴയ നിയമത്തിൽ കർത്താവ് നൽകിയത് പ്രവാചകനെ ഉപയോഗിച്ചുകൊണ്ട്, പുതിയ നിയമത്തിൽ പ്രമാണം നൽകുന്നത്, ആദ്യമായി അത് വിശ്വസിക്കുവാൻ പ്രമാണം നൽകുന്നത് അപ്പോസ്തോലന്മാരിൽ കൂടെയാണ്. അങ്ങനെ ഇന്ന് നിങ്ങൾ ശരിയായ സുവിശേഷം കേൾക്കുന്നുവെങ്കിൽ അപ്പോസ്തോലന്മാർ പുറപ്പെടുവിച്ച ആദ്യത്തെ പ്രമാണം എന്താകുന്നു? രക്ഷയ്ക്കായി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അപ്പോസ്തോല പ്രവൃത്തി അതിൻ്റെ 2:36 വാക്യത്തിൽ ചോദിക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചനത്തിനായി സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കും എന്നുള്ള ആദ്യത്തെ പ്രമാണം. അവർക്ക് നൽകിയിരിക്കുന്ന എഫെസ്യർക്ക് എഴുതിയ 4:4-6 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് പോലെ ഒരേ ദൈവം, ഒരേ ആത്മാവ്, ഒരേ വിശ്വാസം, ഒരേ സ്നാനം. ആ കാര്യങ്ങളിൽ ഒക്കെ പൂർണ്ണതയിൽ അപ്പോസ്തോലന്മാർ പ്രസംഗിച്ച ആ സുവിശേഷം തന്നെ പ്രസംഗിക്കുന്ന, ആ ആത്മാവിൽ കൂടെ തന്നെ സംസാരിക്കുന്ന ദൈവപുത്രന്മാരിൽ കൂടെയാണ് നിങ്ങൾ സുവിശേഷം കേൾക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനം എന്താകുന്നു? എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 19 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ, അതായത് ഇസ്രായേലിൻ്റെ ഭവനത്തിലെ സഹപൗരന്മാർ ആയി ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിഞ്ഞിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അങ്ങനെ അടിസ്ഥാനം എന്താകുന്നു? അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും ആയ ഫൗണ്ടേഷൻ്റെ മേളിൽ, അതായത് ക്രിസ്തു എന്ന മൂലക്കല്ല്, അതായത് പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചതും അപ്പോസ്തോലന്മാരിൽ കൂടെ സംസാരിച്ചതും ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുകയും അവരിൽ കൂടെ പുറപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് ആ ഭവനത്തിൻ്റെ ഭാഗമായി തീരുക. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 7-ാമത്തെ അധ്യായം അതിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, അവൻ്റെ വാക്ക്, പുത്രൻ്റെ വാക്ക് കേൾക്കാത്തവർ ചരലിൻ്റെ മേൽ, സാൻഡിൻ്റെ മേൽ, അതായത് ഒഴുകിപ്പോകുന്ന മണ്ണിൻ്റെ മേൽ ആണ് പണിയുന്നത്. അവർക്ക് കല്ലിൻ്റെ അടിസ്ഥാനം ഇല്ല. കല്ല് അല്ലെങ്കിൽ പാറ എന്താകുന്നു? ആത്മീയ അടിസ്ഥാനം. ആത്മീയ അടിസ്ഥാനമില്ലാത്തവർ ചരലിൻ്റെ മേൽ പണിയുന്നു. അങ്ങനെ 100,000 കണക്കിനുള്ള ഡിനോമിനേഷൻസ് ഇന്ന് ഈ ലോകത്തിലുണ്ട്.
അവരുടെ പ്രശ്നം എന്താകുന്നു? അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരിൽ കൂടെയും ദൈവം സംസാരിച്ച, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച വെളിപ്പാടിനെ പൂർണ്ണമായി ഗ്രഹിക്കാത്തതാണ് അവരുടെ പ്രശ്നം. അവർ കേട്ടത് ആരെയാണ്? അവർ പിതാക്കന്മാരെയാണ് കേട്ടത്, അല്ലെങ്കിൽ പിതാക്കന്മാരുടെ മതചട്ടങ്ങളെയാണ് അവർ ഫോളോ ചെയ്തത്. അത് കാരണം അവർ തെറ്റിപ്പോയി. ദൈവത്തിൻ്റെ പ്രമാണത്തിലേക്ക് അവർ കടന്നുപോയില്ല. ദൈവം പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? അവര് ഇന്ന് ഇല്ല. അവര് എങ്ങോട്ട് പോയെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കുവാനും സാധിക്കത്തില്ല. എല്ലാവരും വിചാരിക്കുന്നത് അവരുടെ പിതാക്കന്മാർ സ്വർഗത്തിൽ പോയി എന്നാകുന്നു. ഇത് വിധിപ്പാൻ എനിക്കോ നിനക്കോ അധികാരമില്ല സഹോദര. അത് ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് ദൈവം ന്യായവിധി ചെയ്യുവാൻ പോകുന്നത് എന്ന് നമ്മൾ വചനത്തിൽ നോക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, റോമർക്ക് എഴുതിയ ലേഖനം 2:16 പറയുന്നു, ക്രിസ്തു യേശു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പ്രവാചകന്മാർ പറഞ്ഞത് സകലതും പഠിച്ചും അതിനെ പാലിക്കുകയും ചെയ്യുന്ന ഒരു അപ്പോസ്തലനാണ് പൗലോസ്. പഴയ നിയമ പ്രമാണങ്ങളെ ഏറ്റവും അധികം അറിയാവുന്ന ഒരു അപ്പോസ്തലൻ പഴയ നിയമത്തിലെ ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനാകുവാൻ യോഗ്യതയുള്ളവനായിരുന്നു പൗലോസ്. അങ്ങനെ ആയിരിക്കുന്ന പൗലോസ് പറയുന്നു, ദൈവം ന്യായം വിധിക്കുവാൻ പോകുന്നത് എൻ്റെ സുവിശേഷ പ്രകാരമാണ്. അതായത് അപ്പോസ്തലനിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു പുറപ്പെടുവിച്ച സുവിശേഷമാണ്. അതിൽ കൂടിയാണ് ന്യായം വിധി വരുവാൻ പോകുന്നത്. അപ്പോൾ ന്യായവിധി എങ്ങനെ ആയിരിക്കും? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ കൂടെ കർത്താവ് പുറപ്പെടുവിച്ച പുതിയ നിയമം അനുസരിച്ചായിരിക്കും ന്യായവിധി. ആ ന്യായവിധി ചെയ്യുന്ന ജഡ്ജ് ആരാണ്? ആ ന്യായവിധി പുറപ്പെടുവിക്കുന്ന ന്യായാധിപൻ ദൈവം അല്ലാതെ ആരുമല്ല. പക്ഷേ നമ്മൾ ഒരു രാജ്യത്തിലെ നിയമത്തെ അറിയുമ്പോൾ ആ നിയമം അനുസരിച്ച് നടന്നാൽ നമ്മളെ ന്യായാധിപൻ ഒരിക്കലും കുറ്റത്തിന് വിധേയമാക്കത്തില്ല. ഒരു പോലീസുകാരന് നമ്മളെ പിടിക്കുവാൻ സാധിക്കത്തില്ല. പിടിച്ചാൽ തന്നെ ഒരു ന്യായാധിപൻ്റെ മുമ്പിൽ നമ്മൾ ആ നിയമത്തെ പാലിച്ചിരിക്കുന്നു എന്നും നിയമത്തെ തെറ്റിച്ചില്ല എന്നും പറഞ്ഞാൽ നമുക്ക് ശിക്ഷ ലഭിക്കാതെ ഇരിക്കും. അതുകൊണ്ട് ന്യായവിധി എങ്ങനെ ആകുന്നു, ഏത് നിയമപ്രകാരമാണ് ന്യായവിധി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ പിതാക്കന്മാര് ന്യായവിധി അല്ലെങ്കിൽ ആ ഒരു ലോ എങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞവരായിരുന്നു എങ്കിൽ, അത് പാലിച്ചവരായിരുന്നു എങ്കിൽ ദൈവം അവരെ അങ്ങനെ ന്യായം വിധിച്ചോളും. പക്ഷേ എൻ്റെ പിതാക്കന്മാര് സ്വർഗത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്ന ഭൂരിപക്ഷം ആൾക്കാരാണ് ഈ ലോകത്തിൽ ഇന്ന് ഉള്ളത്. സ്വർഗത്തിൽ പോകുവാൻ വേണ്ടി ക്രിസ്ത്യാനികളാകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ബൈബിളിൽ കാണുന്നു, നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ ഭാഗമാകണം, അല്ലെങ്കിൽ വെള്ളത്താലും ആത്മാവാലും ജനിച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം എന്നുള്ള കാര്യമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എല്ലാവരും സുഖലോലിപമായ സ്വർഗത്തിൽ പോയി എന്നും ഇനിയും പിതാക്കന്മാരുടെ വിശ്വാസത്തെ പിന്തുടർന്നാൽ ഇനി സ്വർഗത്തിൽ പോകാമെന്നുള്ള വ്യാമോഹം കൊണ്ട് നടക്കുന്ന ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ, അവർ അറിയേണ്ടത് നിയമം അറിയണം, നിയമത്തെ പാലിക്കണം. ആ നിയമം വന്നിരിക്കുന്നത് പ്രവാചകന്മാരിൽ കൂടെയും അപ്പോസ്തലന്മാരിൽ കൂടെയുമാണ്. ദൈവം ആ ലോ തന്നിരിക്കുന്നത്, ആ നിയമത്തെ തന്നിരിക്കുന്നത്. ആ നിയമത്തെ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് നിയമം പാലിക്കുന്നവരായി തീരുവാൻ സാധിക്കത്തില്ല. നിയമം പാലിക്കുവാനായി നിങ്ങൾക്ക് സാധിക്കത്തില്ലെങ്കിൽ നിങ്ങളും
ആ പിതാക്കന്മാർ വീണ വീഴ്ചയിൽ തന്നെ നിങ്ങൾ വീഴും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഈ ക്രിസ്തീയ വിശ്വാസങ്ങളിൽ ആയിരക്കണക്കിന് ഡിനോമിനേഷൻ ഉണ്ടെന്ന് ഒരു പ്രൂഫ് മാത്രം മതി പല പിതാക്കന്മാരും തെറ്റിപ്പോയി എന്നുള്ള കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുവാൻ. എല്ലാവരും ശരിയാകുവാൻ സാധിക്കത്തില്ല. പലരും തെറ്റിപ്പോയി. ആരാണ് തെറ്റിപ്പോയത്? ഞാൻ തെറ്റിപ്പോയവരിലാണോ അല്ലയോ എന്നുള്ള അന്വേഷണം അപ്പോസ്തലന്മാരിൽ കൂടെ പുറപ്പെടുവിച്ച സുവിശേഷമാണോ ഇന്ന് ഞാൻ ഗ്രഹിച്ചിരിക്കുന്നത് എന്നുള്ള അന്വേഷണം. പിതാക്കന്മാരുടെ പുറകെ പോയാൽ ചിലപ്പോൾ പിതാക്കന്മാർ പോയടുത്ത് തന്നെ പോകേണ്ടി വരും. അത് നമുക്ക് അറിയുവാൻ സാധിക്കത്തില്ല അവരെവിടെയാണ് പോയത് എന്ന്. ദൈവം നിങ്ങളെ പ്രവാചകന്മാരിൽ കൂടെയും അപ്പോസ്തലന്മാരിൽ കൂടെയും കർത്താവായ യേശു ക്രിസ്തു ഇട്ട പ്രമാണം പുറപ്പെടുവിച്ച പുതിയ നിയമ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുവാൻ, വെള്ളത്താലും ആത്മാവാലും വീണ്ടും ജനനം പ്രാപിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുവാൻ, ആ നാമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലേക്ക് ചേർക്കപ്പെടുവാനും അടക്കപ്പെടുവാനും വീണ്ടും ജനനത്തിൽ പുത്രന്മാരായി തീരുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ വെളിപ്പാടിനും കർത്താവായ യേശു ക്രിസ്തുവിന് സകല മാനവും മഹത്വവും കരയറ്റുന്നു. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.